ജനവാസ മേഖലയിൽ കൂടിയാണ് അതിവേഗ റെയിൽപാതയുടെ നിർമ്മാണം എങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും തടയുമെന്ന് പറയുകയാണ് കോട്ടയം മാടപ്പള്ളിയിലെ റെയിൽ വിരുദ്ധ സമരസമിതി. എന്നാൽ നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായാണ് നിർമ്മാണമെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നും സമരസമിതി പറയുന്നു. ഈ ലൈൻ വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ടൈം will be 1 hour 20 minutes. തിരുവനന്തപുരം to കോഴിക്കോട് 2 hours 30 minutes. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3.25 മണിക്കൂറിൽ യാത്ര. 70% എലിവേറ്റഡ് പാതയും 30% തുരങ്കപാതയുമായുള്ള നിർമ്മാണം. അതിവേഗ റെയിൽപാതയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആശങ്കയോടെ കാണുകയാണ് മാടപ്പള്ളിയിലെ റെയിൽ വിരുദ്ധ സമരസമിതി. ജനവാസ മേഖലയിൽ കൂടിയാണ് പുതിയ പാതയെങ്കിൽ അതിനെ എതിർക്കും. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യും. 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിച്ച പദ്ധതി വീണ്ടും ശ്രീധരൻ സാറ് ഇവിടെ നടപ്പിലാക്കുവാനായിട്ട് കൊണ്ടുവരികയാണ്. അതിവേഗ പാതയ്ക്കെതിരെ ഞങ്ങൾ എതിരല്ല. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായി വളവുകൾ നിവർത്തി സിഗ്നൽ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ച് അതിലൂടെ അതിവേഗ പാത നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം. പുതിയൊരു പാത ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയാൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി എതിർക്കും. 2022 റെയിലിനായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അതാണ് നാട്ടുകാരുടെ പ്രധാന ആശങ്കയും. അതെ, സ്ഥലം വിറ്റു പോകുന്നില്ല. കാരണം ഇവിടെ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. സ്ഥലം നമുക്കൊന്ന് അതിന് ലോൺ എടുക്കാൻ പറ്റുന്നില്ല. അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാവർക്കും. നാഷണൽ ബാങ്കുകളിലും രജിസ്റ്റർ ഓഫീസുകളിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ ഇത് റെഡ് സിഗ്നലിൽ കിടക്കുകയാണ്, ഈ സർവേ നമ്പറുകളും ബ്ലോക്ക് നമ്പറുകളും. അതുപോലെ ഞങ്ങൾക്ക് ഭൂമി ക്രയവിക്രയം നടത്തുവാനോ ബാങ്ക് ലോൺ ലഭ്യമാകാത്ത രീതിയിലാണ് ഇപ്പോഴും ഈ സ്ഥലം കിടക്കുന്നത്. ഈ പദ്ധതിയുമായിട്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ ഈ വിജ്ഞാപനങ്ങൾ പിൻവലിച്ച് ഞങ്ങൾക്ക് ഈ ഭൂമി ക്രയവിക്രയം നടത്തുന്നതിനും ബാങ്ക് ലോൺ ലഭ്യമാക്കുന്നതിനുള്ള അവസരം ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുവാനുള്ളത്. സമരത്തിന്റെ പേരിൽ 4 വർഷം മുൻപെടുത്ത കേസുകൾ ഇപ്പോഴും കോടതിയുടെ മുന്നിലാണ്. കേസുകൾ എഴുതിത്തള്ളണമെന്നും മാടപ്പള്ളിക്കാർ ആവശ്യപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്.